ഇത് KSEBയുടെ ഇലക്ട്രിസിറ്റി ബില്ലാണ്. ഈ ബില്ല് കൈവശമുണ്ടായിട്ടും ഫോണിൽ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും ഈ ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെയാണ് ഗൂഗിൾ പേ വഴിയും ഫോൺ പേ വഴിയും പേയ്മെൻറ്റ് നടത്തേണ്ടത് എന്നറിയാത്ത ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട്. UPI വഴി പേയ്മെൻറ്റ് നടത്താൻ അറിയാത്തത് കൊണ്ട് തന്നെ ഇവർ മറ്റൊരാളെയാണ് ആശ്രയിക്കാറ്. അതുപോലെ തന്നെ ചിലർക്ക് ബില്ലടക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ ചില സമയത്ത് ഫൈന് പോലും വരാറുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്കിത് പേയ്മെൻറ്റ് നടത്തേണ്ട ഓപ്ഷൻ ഉണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ കാര്യം അറിയുന്നവരും അറിയാത്തവരും ദയവായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യണം. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും UPI വഴി എങ്ങനെയാണ് കറണ്ട് ബില്ലടക്കുന്നതെന്ന് അറിയില്ല. അതുപോലെ ഒരു തവണ ഇത്തരം KSEB ബില്ല് നിങ്ങൾ UPIയിലൂടെ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അടുത്ത തവണ നിങ്ങൾക്ക് ഈ ബില്ലിൻ്റെ ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് എത്രയാണ് പുതിയ കറണ്ടിൻ്റെ ബില്ലിൻ്റെ തുക എന്ന് നിങ്ങൾക്ക് ഇത്തരം ആപ്ലിക്കേഷൻ്റെ അകത്ത് നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് പേ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ ലളിതമായ ഈ ഓപ്ഷൻ എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം. ആദ്യം ഞാൻ ഈ ഒരു ഓപ്ഷൻ ഗൂഗിൾ പേയിലാണ് കാണിക്കുന്നത്. അതിനുശേഷം ഫോൺ പേയിൽ എവിടെയാണെന്ന് കാണിച്ചു തരാം. ഗൂഗിൾ പേ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അല്പം താഴെയായിട്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ട് തന്നെ ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കേരള ഇലക്ട്രിസിറ്റി KSEB എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ആദ്യം നിങ്ങളുടെ കസ്റ്റമർ ID അവിടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ ബാർകോഡിന് തൊട്ട് താഴെയായിട്ട് C# എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ഉണ്ടാവും. ആ നമ്പറാണ് ടൈപ്പ് ചെയ്യേണ്ടത്. C# ടൈപ്പ് ചെയ്യേണ്ട, നമ്പർ മാത്രം ടൈപ്പ് ചെയ്താൽ മതി. 13 അക്കം ആണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ KSEBക്ക് ദാരിദ്ര്യമായതുകൊണ്ട് മഷി പോലും നിറക്കാത്തതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ അതിൽ നിന്ന് നമ്പർ മനസ്സിലാവും. ഇനി തൊട്ട് താഴെ പേര് ടൈപ്പ് ചെയ്യേണ്ട ഓപ്ഷനാണ്. അതും ഇതിൽ കാണുന്നൊന്നുമില്ല, ഇതിൽ മാഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എനിക്കറിയാം നിങ്ങളുടെ ബില്ലും ഈ തരത്തിലായിരിക്കും. കാരണം KSEB ഒരിക്കലും നമുക്ക് വൃത്തിയുള്ളൊരു ബില്ല് തരില്ല. ഇവിടെ പേര് എന്ന് പറയുന്നതിൻ്റെ അടുത്ത് നിങ്ങളുടെ ആരുടെ പേരിലാണ് നിങ്ങൾ കണക്ഷൻ എടുത്തിട്ടുള്ളത് അവരുടെ പേരുണ്ടാവും. ഇതിപ്പോൾ ആരിഫ എന്നാണ്. അപ്പോൾ ആ പേരാണ് അവിടെ ടൈപ്പ് ചെയ്യേണ്ടത്, ആരിഫ V. ഓക്കെ, അപ്പം നിങ്ങളുടേത് എന്താണ് പേര് അത് ടൈപ്പ് ചെയ്യുക. അത് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ് സിസ്റ്റത്തിന്. ശേഷം താഴെയുള്ള കൺഫേം എന്ന് പറയുന്ന ബട്ടൺ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് പ്രസ് ചെയ്തിട്ട് അല്പസമയം നിങ്ങളൊന്ന് കാത്തു നിൽക്കണം. അതൊന്ന് ലോഡാകാൻ സമയമാകും. നിങ്ങളുടെ അക്കൗണ്ടും ഡീറ്റെയിൽസൊക്കെ കണ്ടെത്തേണ്ടതുണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങളെ അക്കൗണ്ടും പേരും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ കറക്റ്റാണോ എന്ന് ബില്ലിൽ ഒന്നുകൂടി പരിശോധിച്ച് നോക്കാം. എല്ലാം കറക്റ്റ് ആണെങ്കിൽ താഴെ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രേ ചെയ്യാനുള്ളൂ ഇതിനകത്ത്. ഈ ലിങ്ക് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എത്ര ബാലൻസ് ഉണ്ട് അടക്കാനുള്ളത്, ലാസ്റ്റ് ബില്ല് എത്രയാണെന്ന് കൃത്യമായിട്ട് ഇതിൽ കാണിച്ചു തരും. ഇവിടെ കാണാം നിങ്ങൾക്ക് 3599 രൂപയാണ് ഞാൻ പേ ചെയ്യേണ്ടത്. ഇനി താഴെയായി പേ ബിൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി സാധാരണയായിട്ട് നിങ്ങൾ UPI വഴി പേയ്മെൻറ്റ് നടത്തുന്നത് പോലെ തന്നെയാണ്. സാധാരണ പേയ്മെൻറ്റ് നടത്തുന്നത് പോലെ പേ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ UPI പാസ്വേഡ് കൊടുക്കുക. അത്ര തന്നെ. ഇത് നിങ്ങൾ ഒരു വട്ടം പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇനി വരുന്ന പുതിയ ബില്ലിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിനകത്ത് നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് നടത്താനും ഈസിയാണ്. ഓക്കെ, ഞാനിപ്പോൾ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം എനിക്ക് ഗൂഗിൾ പേയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എൻ്റെ കാനറ ബാങ്കിൽ നിന്ന് ക്യാഷ് പോയതിൻ്റെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ബില്ല് പേയ്മെൻറ്റ് ചെയ്യുന്നത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഓപ്ഷൻ ഫോൺ പേയുടെ അകത്ത് കൂടി കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് റീചാർജ് ബില്ലിംഗ് എന്ന് പറയുന്നതിൻ്റെ വലതുഭാഗത്ത് വ്യൂ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്കൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടും. ഇവിടെ വലതുഭാഗത്ത് നിങ്ങൾക്ക് കാണാം ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ബട്ടണുണ്ട്. ജസ്റ്റ് അതൊന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മതി. ഇവിടെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ കേരള ഇലക്ട്രിസിറ്റിയുടെ ഉണ്ട്, KSEBയുടെ. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നേരത്തെ ടൈപ്പ് ചെയ്തതുപോലെ കസ്റ്റമർ നമ്പർ മാത്രമേ ടൈപ്പ് ചെയ്യേണ്ടൂ. പേര് ടൈപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ ഇതിനില്ല. എന്നിട്ട് താഴെയുള്ള കൺഫേം ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്നും പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിതിൽ ഒരു തവണ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഈസിയാണ്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് പുതിയൊരു ബില്ല് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്തേണ്ട ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ പിന്നീട് നമുക്ക് ബില്ലിൻ്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ ഏത് സമയത്തും നിങ്ങൾക്ക് ബില്ല് പേ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ ആയതുകൊണ്ട് ദയവായി ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.